എല്ലാവർക്കും നമസ്കാരം. ബ്രെഡും ബണ്ണും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്വീറ്റ് സ്നാക്കാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കുട്ടികൾക്കും വീട്ടിൽ വരുന്ന അതിഥികൾക്കും വ്യത്യസ്തമായി എന്തെങ്കിലും ട്രൈ ചെയ്ത് കൊടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇന്നത്തെ ഈ ഒരു സ്നാക്ക്. വ്യത്യസ്തമായ റെസിപ്പികൾ ആദ്യം തന്നെ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മുടെ അടുക്കളയിൽ എന്നും ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ മതി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ. ഏകദേശം 1/2 കപ്പോളം തേങ്ങ ചിരകിയത് നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം തന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു പാനിൽ അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു ബ്രെഡ് സ്ലൈസ് നമുക്ക് നന്നായിട്ട് മുരിച്ചെടുക്കാം. അംഗങ്ങളുടെ എണ്ണം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ബ്രെഡ് സ്ലൈസ് എടുത്താൽ മതിയാകും. ഇനി നമുക്ക് ആവശ്യമുള്ള രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് ശർക്കരയാണ്. ഏകദേശം ഒരു 1/4 കപ്പോളം ശർക്കര ചിരകിയത് തയ്യാറാക്കിയെടുക്കാം. അതായത് 1/2 കപ്പ് തേങ്ങ ചിരകിയതിന് 1/4 കപ്പ് ശർക്കര ധാരാളം മതിയാകും. പ്രിസർവേറ്റീവ് ഒന്നുമില്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇതുപോലെയുള്ള ഹെൽത്തി സ്നാക്സ് വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതായതുകൊണ്ട് ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതിന് ശേഷം ഈ ബ്രെഡ് സ്ലൈസും തേങ്ങ ചിരകിയതും ശർക്കരയും ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരയ്ക്കേണ്ട കാര്യമില്ല. പൾസ് മോഡിലിട്ട് 2-3 തവണ ഒന്ന് കറക്കി ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ഇതുപോലെ ഇപ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബണ്ണെടുത്ത് അത് നെടുകത്ത് ഇതുപോലെ മുറിച്ച് 2 പീസാക്കാം. ശേഷം ആദ്യം നമ്മൾ ബ്രെഡ് മുരിച്ചെടുത്തതുപോലെ നെയ്യ് ഒഴിച്ച് ഈ ഒരു ബണ്ണും നല്ല രീതിയിലൊന്ന് മുരിച്ചെടുക്കാം. ഒരു ക്രിസ്പി ഫോമിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ മുരിക്കുന്നത്. ഇനി മുരിക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. സാധാരണ ബണ്ണ് മുറിച്ച് ഇതുപോലെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നെയ്യ് ബുദ്ധി വളരാനും ഒക്കെ നല്ലതാണല്ലോ. അപ്പോൾ നെയ്യുടെ ഒരു അംശം കൂടി ചെല്ലണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. മുറിച്ചതിന് ശേഷം പീനട്ട് ബട്ടർ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയ ഒരു സ്നാക്ക് ആവും. അതുകൊണ്ട് മാത്രമാണ്. ഓപ്ഷണലാണ്. അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. അല്ല ഇനി ജാമ ഉള്ളെങ്കിൽ ജാം പുരട്ടിയാലും കുഴപ്പമില്ല. ഇനി ഒന്നും പുരട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ഇവിടെ പീനട്ട് ബട്ടർ ഉള്ളതുകൊണ്ട് ഞാനത് അപ്ലൈ ചെയ്തതെന്ന് മാത്രം. ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഫില്ലിങ്ങും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബണ്ണിൻ്റെ പീസും കൂടെ വെച്ച് ഇതുപോലെ അമർത്തി വെക്കാമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്നാക്ക് റെഡിയായി. വളരെ എളുപ്പത്തിൽ ഏകദേശം 2-3 മിനിറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കളിച്ചിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഗസ്റ്റുകൾ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്നാക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കഴിഞ്ഞൊരു ഓപ്ഷൻ വേറെ ഇല്ല. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.